Hi dear students, in this session I will discuss about the topic classification of taxes. The following are the major classification of taxes found in the modern tax system. First one, direct and indirect taxes. Second one, proportional, progressive, regressive and digressive taxes. Third one, specific and ad valorem taxes. Fourth one, single and multiple taxes. First one, direct and indirect taxes. A direct tax is a tax whose burden is borne by the person and whom it is imposed. നികുതി ആരിന്മേലാണോ നിക്ഷിപ്തമായിരിക്കുന്നത് ആ വ്യക്തി തന്നെ നികുതി ഭാരം ചുമക്കുന്നുവെങ്കിൽ അത്തരത്തിലുള്ള നികുതികളെയാണ് പ്രത്യക്ഷ നികുതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ ഇനിഷ്യൽ ബേർഡനും അൾട്ടിമേറ്റ് ബേർഡനും ഒരു വ്യക്തിയിന്മേലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ടാക്സേഷനെയാണ് ഡയറക്റ്റ് ടാക്സുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ് എക്സെട്ര. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ടാക്സസ് ടാക്സ് ബേർഡൻ കനോട്ട് ബി ഷിഫ്റ്റഡ്. ഇത്തരത്തിലുള്ള ടാക്സിൻ്റെ ബേർഡനെ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായി സാധിക്കില്ല. Next, indirect tax. An indirect tax is a tax which is imposed by one person but it is paid partly or wholly by another. ഒരു വ്യക്തിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ടാക്സിനെ പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരാൾ പേ ചെയ്യുന്നുവെങ്കിൽ അത്തരത്തിലുള്ള നികുതികളെയാണ് പരോക്ഷ നികുതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എക്സാമ്പിൾ, സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടീസ് എക്സെട്ര. In this type of taxes, tax burden can be shifted. പരോക്ഷ നികുതിയിൽ ടാക്സ് ബേർഡനെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായി സാധിക്കുന്നതാണ്. Second type, proportional, progressive, regressive and digressive taxes. First one, proportional taxes. It is one which tax rate remain constant as the tax base changes or increase. ടാക്സ് ബേസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ടാക്സ് ബേസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റ് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന ടൈപ്പ് ഓഫ് ടാക്സുകളെയാണ് പ്രൊപ്പോർഷണൽ ടാക്സുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെക്കൻഡ് വൺ, പ്രോഗ്രസീവ് ടാക്സസ്. ഇറ്റ് ഈസ് വൺ വിച്ച് ടാക്സ് റേറ്റ് ഇൻക്രീസസ് ആസ് ടാക്സ് ബേസ് ഇൻക്രീസസ്. ടാക്സ് ബേസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടാക്സുകളാണ് പ്രോഗ്രസീവ് ടാക്സുകൾ. Third one, regressive tax. It is one which tax rate decreases as the tax base increases. ടാക്സ് ബേസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റ് ഡിക്രീസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടാക്സുകളാണ് റിഗ്രസീവ് ടാക്സുകൾ. Fourth one, digressive tax. Under this tax system, the tax is mildly progressive up to a certain limit. After that, tax may be charged at a flat rate. ഡിഗ്രസീവ് ടാക്സേഷനിൽ തുടക്കത്തിൽ ടാക്സ് ബേസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതൊരു പോയിൻ്റ് ഓഫ് ടൈം വരെ മാത്രമാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. ആഫ്റ്റർ എ സർട്ടൻ പോയിൻറ്റ് ടാക്സ് ബേസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റ് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന ടൈപ്പ് ഓഫ് ടാക്സുകളാണ് ഡിഗ്രസീവ് ടാക്സുകൾ എന്ന് പറയുന്നത്. അതായത് ഇത് തുടക്കത്തിൽ ഒരു പോയിൻ്റ് വരെ പ്രോഗ്രസീവും അത് കഴിഞ്ഞാൽ ഇത് പിന്നീട് പ്രൊപ്പോർഷണലുമായി മാറുന്ന ടൈപ്പ് ഓഫ് ടാക്സുകളാണ് ഡിഗ്രസീവ് ടാക്സുകൾ എന്ന് പറയുന്നത്. Third type, single and multiple taxes. The single tax means only one kind of tax. It is imposed one class of things or one class of people. It is collected regularly. ഒരു ഇക്കോണമിയിൽ ഒരു ടൈപ്പ് ഓഫ് ടാക്സ് സിസ്റ്റം മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള നികുതി സമ്പ്രദായത്തെ വിളിക്കുന്ന പേരുകളാണ് സിംഗിൾ ടാക്സുകൾ എന്ന്. Next, multiple taxes. It implies that there should be all type of taxes exist in an economy. ഒരു ഇക്കോണമിയിൽ വിവിധ ടൈപ്പ് ഓഫ് ടാക്സ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ടാക്സേഷൻ സിസ്റ്റത്തിനെയാണ് മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്.
സിംഗിൾ ആൻഡ് മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റം കേസുകളിൽ ഒരു ഇക്കോണമിയിൽ സിംഗിൾ ടാക്സിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എപ്പോഴും കുറവായിരിക്കും എന്തുമായി കമ്പാരിസൺ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ടാക്സിൽ നിന്ന് കിട്ടുന്ന നികുതിയുമായി കമ്പാരിസൺ നടത്തുമ്പോൾ. നെക്സ്റ്റ് വൺ ad valorem and specific taxes. Ad valorem tax which is levied on the value of a commodity is called ad valorem taxes. ഒരു സാധനത്തിൻ്റെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സാധനത്തിന് നികുതി നിർണ്ണയിക്കുന്നുവെങ്കിൽ അത്തരത്തിലുള്ള നികുതികളെയാണ് അഡ് വലോറം ടാക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് സംടൈം കോസസ് ഇൻഫ്ലേഷണറി പ്രഷർ ഇൻ ആൻ ഇക്കോണമി. ഇത് ചില സന്ദർഭങ്ങളിൽ ഇക്കോണമിയിൽ പണപ്പെരുപ്പം എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതിന് കാരണമാകാറുണ്ട്. നെക്സ്റ്റ് വൺ സ്പെസിഫിക് ടാക്സസ്. ടാക്സ് ഈസ് ലെവീഡ് ഓൺ ദി വെയ്റ്റ് ഓഫ് എ കമോഡിറ്റി. ഒരു വസ്തുവിൻ്റെ വെയ്റ്റിന്മേൽ ആ വസ്തുവിന് നികുതി നിർണ്ണയിക്കുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ടാക്സുകളെയാണ് സ്പെസിഫിക് ടാക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.